Good morning. Next, we have the topic components of an expert system. See, expert system have mainly three components. First one, two, three, and user interface. Second one, inference engine, and the third one, knowledge base. ഇതിന്റെ അണ്ടറിൽ സബ് ഡിവിഷൻസ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് കോമ്പോണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി തുടങ്ങുന്നുണ്ടത്. എന്താണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റം, അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഇൻട്രോ ഒക്കെ മാർക്കിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം കോമ്പോണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം പറയുക, അതിലെ കോമ്പോണൻസ് ഏതൊക്കെയാന്ന് അടയാളപ്പെടുത്തുക, ഒരു പിക്ചർ വരയ്ക്കണം. ആ പിക്ചർ ഇവിടെ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ വെച്ചത് തുടക്കത്തിലേ നമ്മളൊന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. എക്സ്പെർട്ട് സിസ്റ്റത്തിന്റെ തുടക്കത്തിലെ ഒരു പിക്ചർ വെച്ചിട്ടില്ലേ, അത് ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ദിസ് വൺ. ഓക്കെ, ഇതാണ് കോമ്പോണൻസ്. അതില് നോളജ് ബേസ്, അതിന്റെ അകത്തുള്ള സാധനമാണ് ഈ പറയുന്നത് മൂന്നെണ്ണം. ഓക്കെ, ഇൻഫറൻസ് റൂള്, യൂസർ ഇന്റർഫേസ്, നോളജ് ബേസ്. അതേസമയം പാർട്ട് നോളജ് എഞ്ചിനീയറിസ് യൂസറും പാർട്ടുകൾ തന്നെയാണ്, അങ്ങനെയും നമുക്ക് എഴുതാം. അപ്പം എന്താണ് യൂസർ ഇന്റർഫേസ്? എവരി ഇന്റർഫേസ് ഹാവ് എ വൈറ്റൽ റോൾ ഫോർ ഇന്ററാക്ട് വിത്ത് എ സിസ്റ്റം അല്ലെ. നമ്മളിപ്പോ ഫോംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് എന്തിനാ? ഒരു പ്രൊജക്റ്റില് ഇന്റർഫേസ് ക്രിയേഷൻ ആണ്. അതായത് പുറമേ നിന്ന് ഈ ഒരു കോഡിങ്ങും കാര്യങ്ങളും ഒന്നും അറിയാത്ത ഒരാൾക്ക് നമ്മളൊരു ഹെൽപ്പിംഗ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ സ്മൂത്ത് സർഫസ് ഒരുക്കി കൊടുക്കണം. അപ്പൊ അതിനെയാണ് ഇന്റർഫേസ് എന്ന് പറയാ. അപ്പൊ യൂസർ ഇന്റർഫേസ് ഇവിടെ എങ്ങനെയായിരിക്കണം? ഈ യൂസ് ചെയ്യുന്ന ഡോക്ടർക്ക് ഈ കാര്യമൊന്നും അറിയില്ല. എങ്ങനെയാണ് എക്സ്പെർട്ടുകളുടെ നോളജ് എഞ്ചിനീയർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിന് ഞാൻ എങ്ങനെ എനിക്ക് കിട്ടും, ഇതൊന്നും അറിയില്ല. ഇവര് ജസ്റ്റ് ഒരു അവരുടെ സീനിയർ സ്റ്റാഫിനോട് അല്ലെങ്കിൽ അവരുടെ പ്രൊഫസറിനോട് അല്ലെങ്കിൽ ആ ഫീൽഡിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള മറ്റൊരു ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ആ സിസ്റ്റം ആ രീതിയിൽ പ്രതികരിക്കണം. അപ്പൊ അതിനുള്ള ഒരു യൂസർ ഇന്റർഫേസ് നമ്മൾ സെറ്റ് ആക്കണം. അപ്പൊ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ യൂസർ ഇന്റർഫേസ് ദ എക്സ്പേർട്ട് സിസ്റ്റം ഇന്ററാക്ട്സ് വിത്ത് ദ യൂസർ, take queries as an input in a readable format and passes it into the inference engine. After getting the response from the inference engine, it displays the output to the user. In other words, it is an interface that helps a non-expert user to communicate with the expert system to find a solution. ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ് ഇത് യൂസർ ഇന്റർഫേസ്. അപ്പോൾ ഈ യൂസർ ഇസ് എ നോൺ എക്സ്പെർട്ട് യൂസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ളതാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ജസ്റ്റ് കീബോർഡ് വഴി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ട് CPU എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് തിരിച്ച് സ്ക്രീനിൽ ഔട്ട്പുട്ട് തരുന്നു. ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ CPU എന്ന് പറയുന്നത് ഇൻഫറൻസ് എഞ്ചിനാണ്. ഓക്കെ, പിന്നെ യൂസർ എന്ന് പറയുന്നത് നോൺ എക്സ്പെർട്ട് യൂസർ ആണ്. അപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ടൈപ്പ് ചെയ്യാം, വോയിസ് ആയിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം ടച്ചബിൾ സ്ക്രീനിലൂടെ. അപ്പൊ ഏത് മോഡിലും ഇയാൾ അതിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്നു, അതിനെ ക്യാച്ച് ചെയ്തിട്ട് ഇൻഫറൻസ് എഞ്ചിൻ അതിന് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതും ഈ പറഞ്ഞ പോലെ വോയിസ് ആയിട്ട് കേൾക്കാം, സ്ക്രീനിൽ തെളിയാം, പ്രിന്റ് ഔട്ട് വരാം, അങ്ങനെ. അപ്പൊ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഇൻ എനി മോഡ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് പ്രത്യേകിച്ചും പല മോഡിലും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇനി ഇൻഫറൻസ് എഞ്ചിന്റെ മറ്റൊരു പേരാണ് റൂൾസ് ഓഫ് എഞ്ചിൻ. അതായത് ഈ എഞ്ചിൻ, അതായത് CPU വർക്ക് ചെയ്യുന്നത് റൂൾസ് ബേസ് ചെയ്താണ്. Okay, the inference engine is known as the brain of an expert system and it is the main processing unit of the system. It applies inference rules to the knowledge base. നമ്മൾ ഇൻഫറൻസ് റൂൾസ് ഒരു 10-12 ടൈപ്പ് പഠിച്ചു അല്ലേ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നോളജ് ബേസ് എന്ത് ഒരു ചോദ്യത്തിന് ഒരു കൺക്ലൂഷൻ പോലെ ഒരു ഉത്തരം തരുന്നത്. അപ്പൊ അത് എടുക്കുന്ന ആള് ഇൻഫറൻസ് എഞ്ചിനാണ്. അതായത് ESന്റെ
CPU-നെയാണ് നമ്മൾ ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഒരു ആൾറെഡി ഉള്ള നോളജിൽ നിന്ന്, അതായത് ഇവര് എൻ്റർ ചെയ്യുന്ന നോളജിൽ നിന്ന്, നോളജ് ബേസ് എന്ന് പറയുന്നത് ഹ്യൂജ് റെപ്രസെറ്ററി ഓഫ് എക്സ്പേർട്ട് നോളജ് ആണ് ഇൻ ദാറ്റ് ഡൊമൈൻ. ആ ഡൊമൈനിലുള്ള എല്ലാ എക്സ്പെർട്ടുകളുടെയും നോളജിനെ റൂൾസ് ആയിട്ട് അവിടെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ജോലി എഞ്ചിനീയർക്കാണ്. ഓക്കെ, നോളജ് എഞ്ചിനീയർ. അപ്പൊ അയാൾ കോഡ് ചെയ്ത് വെച്ചതിൽ നിന്ന് ഈ വരുന്ന യൂസറിന്റെ ചോദ്യത്തിന് മറുപടി ഇൻഫറൻസ് എഞ്ചിനാണ് അതിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇൻഫറൻസ് എഞ്ചിൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഇൻഫറൻസ് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഉത്തരം തരിക. ആണ് മാത്തമാറ്റിക്സിന് ഇതിന് ഭയങ്കര റോൾ ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. സെർച്ച് അവിടെ വേറെ ഉണ്ട്. ആ സെർച്ചിൽ ഇവരെന്താണ് നോക്കുന്നത്, എങ്ങനെയാണ് ഒരു ആൻസറിലേക്ക് എത്തുന്നത്, അത് ഇൻഫറൻസ് റൂൾസ് വഴിയാണ്. ഓക്കെ, അപ്പം എറർ ഫ്രീ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ യൂസറിന്റെ കൊറീസിന് ഇവര് ഡിറൈവ് ചെയ്ത് കൊടുക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫറൻസ് എഞ്ചിൻ സിസ്റ്റം എക്സ്ട്രാക്ട് ദ നോളജ് ഫ്രം നോളജ് ബേസ്. ഇൻഫറൻസ് എഞ്ചിനാണ് നോളജ് ബേസിലുള്ള നോളജിൽ നിന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള നോളജ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി 2 ടൈപ്പ് ഓഫ് ഇൻഫറൻസ് എഞ്ചിൻസ് ഉണ്ട്. ടൈപ്പാണ് 2 ടൈപ്പ്. വർക്കിംഗ് എഗെയിൻ 2 ടൈപ്പാണ്. ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട്, പ്രോബബിലിസ്റ്റിക്കും ഉണ്ട്. അതായത് കൺക്ലൂഷൻ കിട്ടുന്നത് ഒക്കെ ട്രൂ ആണ് എന്നുള്ള ബേസിൽ മൂവ് ചെയ്യാം. ഫാക്ട്സിനെയും റൂൾസിനെയും ബേസ് ചെയ്തിട്ട് കറക്റ്റ് അത് തന്നെയാണ്, അതല്ലെങ്കിൽ ആ കൺക്ലൂഷൻ കറക്റ്റ് ആണ് എന്ന് പറയുന്ന ടൈപ്പ് ഇൻഫറൻസ് എഞ്ചിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയാം. മറ്റേത് ഒരു അൺസർട്ടനിറ്റിയാണ്, ഒരു സംശയം വീണ്ടും അവിടെ ബാക്കി നിൽക്കും. ഓക്കെ, അത് പ്രോബബിലിറ്റി ബേസ്ഡ് ആണ്, അതായത് കേസ് ബേസ് ചെയ്യും. ഓക്കെ, അതാണ് പ്രോബബിലിസ്റ്റിക് ഇൻഫറൻസ് എഞ്ചിൻ. അപ്പൊ ഒന്ന് കറക്റ്റ്, ആ കൺക്ലൂഷൻ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ, അതായത് ആൾറെഡി ഉള്ള ഫാക്ട്സിനെയും റൂൾസിനെയും ബേസ് ചെയ്ത് അത് കറക്റ്റ് ആണ് എന്ന് പറയുന്നു. മറ്റേത് അവിടെ ഒരു അൺസർട്ടനിറ്റി, ഒരു കൺഫ്യൂഷൻ വീണ്ടും നിലനിൽക്കും. ഓക്കെ, ഇനി ഇൻഫറൻസ് എഞ്ചിൻസിന്റെ മോഡ്സ് ഓഫ് വർക്കിംഗ്, ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിന് 2 ടൈപ്പ് ആർക്കിടെക്ചർ ആണ്. ഫോർവേഡ് ചെയിനിങ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ്, അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ, അല്ലെങ്കിൽ ഗോൾ ഡ്രിവൺ, അല്ലെങ്കിൽ ഇഫ് ആഡഡ്, ഇഫ് നീഡഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. എന്താ പറയാ, അപ്പൊ ഇവര് ആർക്കിടെക്ചർ ടൈപ്സ് ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് ടെക്നോളജി ടൈപ്സ് ആണ്. 2 ടൈപ്പ് എന്ന് പറയുന്നത് കൺക്ലൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഡിറ്റർമിനിസ്റ്റിക്കും പ്രോബബിലിസ്റ്റിക്കും. ഇത് അവരുടെ വർക്കിംഗ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഫോർവേഡ് ചെയിനിങ്ങിൽ ആൾറെഡി ഉള്ള ഫാക്ട്സും റൂൾസും വെച്ച് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് യാത്ര പോവുകയാണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന സബ് കൺക്ലൂഷൻസ് ഒക്കെ നമ്മൾ ഈ ഫാക്റ്റിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യും. അതേസമയം ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറഞ്ഞാല് ആദ്യമേ ഒരു ഗോളിൽ നിന്നാണ് തുടങ്ങുക, പിന്നെ ഉള്ള ഫാക്ട്സ് ഒക്കെ അതിനെ പ്രൂവ് ചെയ്യണം, കറക്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി ദ ലാസ്റ്റ് കോമ്പോണന്റ് ഓഫ് an expert system is the knowledge base. ഇവിടെയാണ് ഇരിക്കുന്നത്. നോളജ് ബേസ് എന്ന് പറഞ്ഞാല് ആ ഒരു എന്താണോ പ്രോബ്ലം ഡൊമൈൻ, അതായത് ഇപ്പൊ കെമിസ്ട്രി ആണോ, മെഡിക്കൽ ആണോ, മാത്സ് ആണോ, അതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ആ ഡൊമൈനിലുള്ള എല്ലാ എക്സ്പേർട്ടുകളെയും ഇന്റർവ്യൂ ചെയ്തും അവരുടെ പ്രവർത്തനങ്ങൾ ഒബ്സർവ് ചെയ്തും എല്ലാ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ നിന്നും ഒക്കെ നോളജ് എഞ്ചിനീയർ ക്യാപ്ചർ ചെയ്തിട്ടുള്ള നോളജിനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ഈ നോളജ് റെപ്രസെന്റേഷൻ ടൂൾസ് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സെമാന്റിക് നെറ്റ്സ് ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്, ഈ റൂൾസ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വഴി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ നോളജ് എഞ്ചിനീയറുടെ ജോലി. ഓക്കെ, അപ്പം
അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ് എന്ത്, ഒരു സിസ്റ്റത്തിന്റെ ഹ്യൂജ് ഡാറ്റാബേസിനെയാണ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. എന്നാലേ അപ്പൊ എത്ര കണ്ട് നോളജ് ബേസ് ഉണ്ടോ അത്ര കണ്ട് പെർഫെക്ഷൻ, ആക്യുറസി ലെവൽ കൂടും എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ ഇൻഫറൻസ്. അതായത് മനസ്സിലായോ, കൺക്ലൂഷന് അത്രയും ആക്യുറസി കൂടും. Okay, but the knowledge base is the type of storage that stores knowledge acquired from the different experts of a particular domain by knowledge engineer. It is considered as a big storage, like a huge storage of knowledge. The more the knowledge base, the more precise will be the expert system. അതാണ് ഞാൻ പറഞ്ഞ points കേട്ടോ. It is similar to a database that contain information and rules. ചിന്തിക്കണം, ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും, റൂൾസ് ഉണ്ടാവും. റൂൾസ് ഫോർ ഇൻഫറൻസ് റൂൾസ്, ഓക്കെ, ഓഫ് എ പെർട്ടിക്കുലർ ഡൊമൈൻ ആൻഡ് domain or subject. Okay, one can also view the knowledge base as a collection of objects and their attributes. ചില സമയങ്ങളിൽ നമുക്കൊരു നോളജ് ബേസിനെ നമ്മൾ ടേബിൾ പോലെ തന്നെ കാണാം. മീൻസ് സാധാ ഡാറ്റാബേസ് പോലെ കാണാം. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, അയാളുടെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ലയൺ ഒരു ഒബ്ജക്റ്റ് ആണ്, അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് അതൊരു മാമലാണ്, ഡൊമസ്റ്റിക് അനിമൽ അല്ല എന്നുള്ള ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു സംഭവത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് നോളേജ് ഏതെങ്കിലും ഫോമിൽ അവിടെ നോളജ് എഞ്ചിനീയർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഡൊമൈൻ നോളജിനെ റെപ്രസെന്റ് ചെയ്യുക? ഓക്കെ, അതായത് എങ്ങനെയാണ് നോളജ് ബേസിൽ ഇവരെ ഇട്ടുവെക്കുക? എക്സ്പേർട്ട് സിസ്റ്റം ഈസ് ബിൽഡ് അറൌണ്ട് നോളജ് ബേസ് ബിൽഡിംഗ്. ഇതാണ് മെയിൻ. ഇതില്ലെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിലെ നോളജ് ബേസ് എം ടി ആണെങ്കിൽ അതിന് എക്സ്പേർട്ട് സിസ്റ്റം ഷെൽ എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഷെല്ലിന്റെ മുകളിൽ നോളേജ് അങ്ങ് നിറച്ചു കഴിഞ്ഞാൽ അത് ഒരു ഫീൽഡിലെ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ക്രിയേഷനായി. അപ്പൊ അങ്ങനെയുള്ള സ്കെൽട്ടൻസ് ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കെൽട്ടന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നിറക്കണം. ഓക്കെ, expert system contain a formal representation of information. ഒരു കിട്ടിയ ഇൻഫോർമേഷന്റെ ഫോർമൽ റെപ്രസെന്റേഷൻ ആണ് എക്സ്പെർട്ട് സിസ്റ്റത്തിൽ ഉണ്ടാവുക, പ്രൊവൈഡഡ് ബൈ ദ ഡൊമൈൻ എക്സ്പെർട്ട്. ഡൊമൈൻ എക്സ്പെർട്ടിൽ നിന്ന് കിട്ടിയത് ആരാണ് ഉണ്ടാക്കി വെക്കുക, ഫോർമലൈസ് ചെയ്ത് വെക്കുന്നത് നോളജ് എഞ്ചിനീയർ ആണ്. ദിസ് ഇൻഫോർമേഷൻ മേ ബി ഇൻ ദ ഫോം ഓഫ് പ്രോബ്ലം സോൾവിംഗ് റൂൾസ് ആവാം, പ്രൊസീജിയേഴ്സ് ആവാം, ഡാറ്റ ഇൻട്രിൻസിക് ടു ഡൊമൈൻസ്. അപ്പൊ പല രീതിയിലും ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, to incorporate this information into the system, it is necessary to make use of one or more knowledge representation methods. The three common methods of knowledge representation evolved over the years. ഒരുപാട് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നോളജ് റെപ്രസെന്റേഷൻ മെത്തേഡുകളാണ് ഇഫ് ദെൻ റൂൾസ്, സെമാന്റിക് നെറ്റ്സ് ആൻഡ് ഫ്രെയിംസ്. ഓക്കെ, വീക്ക് സ്ലോട്ട് ആൻഡ് ഫിൽറ്റർ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇഫ് ദെൻ റൂൾസ്. ട്രാൻസ്ഫറിംഗ് നോളജ് ഫ്രം ദ ഹ്യൂമൻ എക്സ്പെർട്ട് ടു എ കമ്പ്യൂട്ടർ is often the most difficult part of building an expert system. അതെന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് ഓഫ് എക്സ്പെർട്ട് സിസ്റ്റം ക്രിയേഷൻ എന്ന് പറയുന്നത്. The knowledge acquired from the human expert must be encoded in such a way that it remain a faithful representation of what the expert knows. എന്താണോ ഒരു എക്സ്പെർട്ടിന് അയാളിൽ നിന്ന് ഇന്റർവ്യൂ വഴിയൊക്കെ കിട്ടിയ വിവരത്തെ അയാളുടെ വിവരം എന്താണോ അതിനെ എന്താണ് ഓവർകം ചെയ്യാൻ പാടില്ല. അയാളുടെ എന്താണോ ഉള്ളത് അതെന്നെ റെപ്രസെന്റ് ചെയ്യണം. മീനിങ് മാറിയ പ്രശ്നമാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ബൈ എ കമ്പ്യൂട്ടർ. പിന്നെ എന്തും വേണം, കമ്പ്യൂട്ടറിന് അതിനെ പിന്നീട് യൂസ് ചെയ്യാനും കഴിയണം. ഓക്കെ, ഇനി തേർഡ് പാർട്ടായ എക്സ്പേർട്ട് സിസ്റ്റം പാർട്ടായ നോളജ് ബേസിന്റെ സബ് കോമ്പോണൻസ് ആണ് ഫാക്ച്വൽ നോളജ്, ഹ്യൂറിസ്റ്റിക് നോളജ്, നോളജ് റെപ്രസെന്റേഷൻ, നോളജ് അക്വിസിഷൻ. ഓക്കെ, ഇത് നോളജ് ബേസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഫാക്ച്വൽ നോളജ് എന്ന് പറഞ്ഞാല് ഫാക്റ്റുകളും ബേസ് ചെയ്തിട്ടുള്ള
നോളജ് ആണ്. അതായത് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ നോളജ് എഞ്ചിനീയർ കംസ് അണ്ടർ ഫാക്ടൽ നോളജ്. ഒരു നോളജ് എഞ്ചിനീയർ ആക്സെപ്റ്റ് ചെയ്ത ഫാക്ട് ബേസ്ഡ് നോളജിനെയാണ് ഫാക്ടൽ നോളജ് എന്ന് പറയാം. അതേസമയം പ്രാക്ടീസ്, എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഗസ് ചെയ്യാനുള്ള എബിലിറ്റി, ഇവാലുവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതിനെ ബേസ് ചെയ്ത് കിട്ടുന്ന നോളജിനെയാണ് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയാം. ഓക്കെ. ഇനി നോളജ് റെപ്രസെന്റേഷൻ ഫോർമുലൈസ് ചെയ്യണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇഫ് ദെൻ റൂൾസ് യൂസ് ചെയ്തിട്ടാണ്. നോളജ് അക്യൂസിഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അക്യൂസിഷൻ ആണ് യഥാർത്ഥത്തിൽ നോളജ് എഞ്ചിനീയറുടെ ജോലി. ഇത് ഇത്രയൊന്നുമല്ല, ഈ അക്യൂസിഷൻ ചോദിച്ചാലും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അതിലേക്ക് വരാം. അപ്പൊ ഇൻ എസൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് സ്ട്രക്ചറിങ് ദ ഡൊമൈൻ നോളജ്, സ്പെസിഫൈങ് ദ റൂൾസ് ടു അക്വയർ ദ നോളജ്. അപ്പം കളക്ട് ചെയ്യുക, ഓക്കെ, പിന്നെ റൂൾസ് ഉണ്ടാക്കുക, പിന്നെ എന്ത് ചെയ്യണം, വേരിയസ് എക്സ്പേർട്ടിൽ നിന്ന് കിട്ടിയത്, ആൻഡ് സ്റ്റോർ ദാറ്റ് നോളജ് ഇൻ ദ നോളജ് ബേസ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇത് നോളജ് അക്വിസിഷൻ. അപ്പൊ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡാറ്റ കളക്ഷൻ നോളജ് എഞ്ചിനീയറിന്റെ. അപ്പൊ ഇയാൾ ഇന്റർവ്യൂ നടത്തുന്നു, അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ഡാറ്റയിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ. അപ്പൊ ഇതൊക്കെ അതിന്റെ അണ്ടറിൽ വീണ്ടും വീണ്ടും വരും.